അസ്സലാമു അലൈക്കും യാ അയ്യുഹത്തുല്ലാബീൻ. ഇന്ന് നമുക്ക് 1-ാം ക്ലാസ്സിൻ്റെ അറബിക്ക് പഠിച്ചാലോ? 1-ാം ക്ലാസ്സിലെ അറബിക് ടെക്സ്റ്റിൽ ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. എന്താണ് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര്? ഉമ്മീ ഉമ്മീ. നമുക്ക് തുടങ്ങിയാലോ? എന്താ നിങ്ങൾ ചിത്രത്തിൽ കാണുന്നേ? ഒരു ആട്ടിൻകുട്ടിയും പിന്നെയോ ഒരു സിംഹം ഉണ്ടല്ലേ. എന്തൊക്കെയോ അവിടെ സംഭാഷണങ്ങൾ നടക്കുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ആട്ടിൻകുട്ടിയും സിംഹവും തമ്മിൽ സംസാരിക്കുന്നത്. എന്താ അവിടുത്തെ കഥ? അതാ ഒരു ആട്ടിൻകുട്ടി ഉമ്മീ ഉമ്മീന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ട് നടക്കുക. അങ്ങനെ കരഞ്ഞുകൊണ്ട് നടന്ന ആട്ടിൻകുട്ടി ആരെ കണ്ടുമുട്ടി? അതാ മുമ്പിൽ ഒരാൾ നിൽക്കുന്നു. അപ്പോൾ ആട്ടിൻകുട്ടി ചോദിച്ചു, നീ ആരാ എന്ന് ചോദിച്ചല്ലേ. നീ ആരാ എന്ന്, അതായത് ഹു ആർ യു എന്ന് അറബിക്കിൽ എങ്ങനെ ചോദിക്കും? സിമ്പിളാണ്, ഒരു കുഞ്ഞു വേടേ ഉള്ളൂ കേട്ടോ. മൻ. നീ ആരാന്ന്, ആര് എന്ന് ചോദിക്കുന്നത് എങ്ങനെയാ? മൻ. അപ്പോൾ അവിടെ നിന്ന് ആളെന്തോ പറഞ്ഞു? അന അസദുൻ. അന ഐ ആം, അസദ് ലയൺ, ഐ ആം എ ലയൺ. ആട്ടിൻകുട്ടിയോട് പറയാ, അന അസദുൻ, ഞാനൊരു സിംഹമാണ്. പിന്നെ അവരെന്തൊക്കെ സംഭാഷണം നടത്തി കാണും നോക്കാം. അങ്ങനെ സിംഹം ആട്ടിൻകുട്ടിയോട് ചോദിച്ചു, ലിമ തബ്കി. ലിമ എന്തിനു വേണ്ടിയാണ്, എന്തിനാണ്? തബ്കി നീ കരയുന്നത്. നീ എന്തിനാ കരയുന്നത്? അപ്പോൾ ആട്ടിൻകുട്ടി എന്ത് പറഞ്ഞു? ഉമ്മീ അബി, ഉമ്മീ അബി, പാപ്പാ ഉമ്മ എന്നിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമല്ലേ. അപ്പോൾ എന്താ, ആട്ടിൻകുട്ടിയുടെ ഉമ്മിയും വാപ്പിയും ഒന്നും കാണുന്നില്ല. അങ്ങനെ സിംഹം എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ ആട്ടിൻകുട്ടി എന്ത് മറുപടി പറഞ്ഞു? ഉമ്മീ അബീ ഇങ്ങനെ വിളിച്ചു അല്ലേ. അങ്ങനെ ഒറ്റയ്ക്കായിപ്പോയ ആട്ടിൻകുട്ടിയെ സിംഹം എന്ത് ചെയ്ത് കാണും? സിംഹം തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കി കാണും അല്ലേ. നോക്കിയാലോ? അങ്ങനെ തന്നെ സിംഹം ആട്ടിൻകുട്ടിയെ വീട്ടിൽ കൊണ്ടാക്കാൻ പോവുക. നറൂഹു ഇലൽ ബൈത്ത്, നമുക്കെങ്കിൽ വീട്ടിലേക്ക് പോവാം. അങ്ങനെ സിംഹം ആട്ടിൻകുട്ടിയെ അതിൻ്റെ വീട്ടിൽ കൊണ്ടാക്കി. അപ്പോൾ ആട്ടിൻകുട്ടിക്ക് സന്തോഷമായി കാണും അല്ലേ. ഉമ്മയും പപ്പയൊക്കെ കണ്ടപ്പോൾ സന്തോഷമായി. ഉമ്മയും പപ്പയും ഒക്കെ വിഷമിച്ചിരിക്കുമായിരുന്നു ആട്ടിൻകുട്ടിയെ കാണാതല്ലേ. അങ്ങനെ നമ്മുടെ സിംഹം എന്ത് ചെയ്തു? ആട്ടിൻകുട്ടിയെ വീട്ടിൽ കൊണ്ടാക്കി. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയില്ലേ? ഇനി നമുക്ക് എക്സസൈസ് ചെയ്യാം. നക്രാവു. നക്രാവു എന്ന് പറഞ്ഞാൽ എന്താ? വായിക്കാം. ഒന്ന് വായിച്ചേ. ഒരു സിംഹത്തിൻ്റെ ചിത്രം തന്നിട്ടുണ്ടല്ലേ. സിംഹത്തിൻ്റെ പേരെന്താടേ? അറബിക്കിൽ എന്ത് പറയും സിംഹത്തിന്? അസദുൻ. എല്ലാവരും വായിച്ചേ. അലിഫിന് ഫത്തഹ് അല്ലേ, ഹംസയ്ക്ക് ഫത്തഹ്, സീനിന് ഫത്തഹ്, ദാല്. അസദുൻ. അടുത്ത എന്താണ്? നർസുമു മിനൽ യമീൻ. നമുക്ക് വലത് നിന്നും അങ്ങോട്ട് വരയ്ക്കാം അല്ലേ. അതായത് നമ്മൾ അറബി എഴുതുന്നത് ഈ സൈഡിൽ നിന്നല്ലേ, നമ്മുടെ വലത് കൈയുടെ നേരെ നല്ല തുടങ്ങുന്നേ. അപ്പോൾ വലത് സൈഡിൽ നിന്ന് ഇടത് സൈഡിലോട്ടൊന്ന് വരച്ചേ. ചിത്രം നോക്കി. സിംഹത്തിൻ്റെ അടുത്ത് നിന്ന് ആട്ടിൻകുട്ടിയുടെ അടുത്തേക്ക്, ആട്ടിൻകുട്ടി വീട്ടിനടുത്തേക്ക്, എല്ലാവരും വരയ്ക്കൂലേ? ഓക്കെ. അടുത്തത് നുലവിനു. നമുക്ക് കളർ ചെയ്യാം. അസദ്. അസദിൻ്റെ പിക്ചർ കണ്ടോ? അസദിനെല്ലാവരും കളർ ചെയ്യണേ. നമ്മൾ ഈ പാഠത്തിൽ നിന്ന് പഠിച്ചത് അലിഫ് എന്നുള്ള അക്ഷരമാണ്, ഹംസ. അപ്പോൾ ഈ ഹംസ ഉണ്ടല്ലോ, ഹംസയെ നമ്മൾ കളർ ചെയ്യണം. നമ്മൾ ഈ പാഠത്തിൽ നിന്ന് പഠിച്ചത് അസദിൻ്റെ ഹംസയാണ്. അപ്പോൾ ഹംസ, അലിഫിന് മേളിൽ ഹംസ ഇട്ടിട്ട് എഴുതുന്നത് കണ്ടോ? അസദുന്ന് എഴുതാനുള്ള കണ്ടോ? അപ്പോൾ അതിനെല്ലാം നിങ്ങൾ കളറും എടുക്കുക. എന്നിട്ടോ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് കണ്ടോ? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ എന്തുവാ? ഡാഷ് സദുൻ. അപ്പോൾ എല്ലാം എഴുതാനുള്ളത്. എഴുതുമോ, എഴുതുമോ, എഴുതുമോ? അപ്പോൾ എല്ലാവരും എഴുതി കൊടുത്തേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കണം കേട്ടോ. എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടല്ലോ. ഓക്കെ, അസ്സലാമു അലൈക്കും.